ഇൻസ്റ്റാഗ്രാം ഒരു 2 ദിവസത്തേന് തുറക്കണ്ട. ദൃശ്യം 3 കണ്ടിട്ട് വന്നേക്കാം. ദൃശ്യത്തിന് സത്യം പറഞ്ഞ റിവ്യൂവിന്റെ ആവശ്യമില്ല. എങ്ങനെയാണേലും എല്ലാരും പടത്തിൽ കയറും. ജോർജ് കുട്ടിയുടെ കുടുംബം എന്ന് പറയുന്നത് എന്തേലും അവർക്ക് പറ്റുന്നെന്ന് അറിയുമ്പോഴേ നമ്മുടെ നെഞ്ചിടിക്കാൻ തുടങ്ങും. ആ ഒരു സംഭവമാണ് നമ്മുടെ പടത്തിനെ ലാസ്റ്റ് വരെ കൊണ്ട് എത്തിക്കുന്നത്. ലാലേട്ടന്റെ പെർഫോമൻസ് ആണ് മെയിൻ ആയിട്ടും. ലാലേട്ടൻ മാത്രമല്ല എല്ലാരും പൊളിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കിട്ടുമല്ലോ. അതൊക്കെ വരുമ്പോ നമ്മുടെ രോമാഞ്ചൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. സ്പോയിലറൊക്കെ വരുന്നതിന് മുന്നേ തന്നെ പോയി കണ്ടു കഴിഞ്ഞാല് നമുക്ക് പടം അതുപോലെ ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലാ എന്താ പറയുന്നത്, പടം കണ്ട് നമ്മളിങ്ങനെ ഓരോ മിനിറ്റിലും എന്താ വരുന്നത്, എന്താ വരാൻ പോകുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ എക്സൈറ്റ്മെന്റ് ആ പടം ഫുള്ള് നമ്മളെ കൊണ്ടുപോകുന്നത്. അതും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ആണ്. നല്ല ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വൈബായിരിക്കും. അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പം അത് ഇങ്ങനെ വഴിമാറി പോവല്ലോ. ആ സമയത്ത് കിട്ടുന്ന ഓഡിയൻസിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഓരോ ചെറിയ സംഭവം നടക്കുമ്പോഴും ഓഡിയൻസ് കൈയടിക്കും. അതൊരു സീനുണ്ട്, നമ്മുടെ ലാലേട്ടന്റെ ഒരു സീനുണ്ട്, കണ്ണിക്കൂടെ വെള്ളം വരുന്ന ഒരു സീൻ. എന്റെ ദൈവം, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ എന്ത് പോയിന്റ് പറഞ്ഞാലും സ്പോയിലർ ആയിപ്പോ. അതുകൊണ്ട് നമ്മൾ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പം ടിക്കറ്റിന്റെ കാര്യമൊക്കെ ആരും നോക്കണ്ട. കാരണം ഇന്ന് കണ്ടവർ എന്തായാലും ഒന്നുകൂടെ പോയി കാണും. അപ്പൊ പിന്നെ ഒരാഴ്ചത്തേന് എനിക്ക് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പൊ തന്നെ അഡീഷണൽ ഷോസ് എല്ലാം വന്നു തുടങ്ങി. മിക്കവന്മാരും ക്ലൈമാക്സും ആ എന്താണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടേണ്ട സീൻ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും പേജിൽ കൂടെ ഒക്കെ അത് വരും. ഇൻസ്റ്റാഗ്രാം 2 ദിവസത്തിന് എന്നാണ് സിനിമ കാണുന്നത് അന്ന് വരെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ്ട. നിങ്ങളൊരു സിനിമ ലവറോ ഫിലിം ലവറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അടച്ചു വെച്ചോ.